മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 30-ാമത്തെ തിരുവചന ഭാഗമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അരികിലേക്ക് ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്തയുടെ അറിയിപ്പ് കൊടുക്കുന്ന ഒരു വചനഭാഗമാണിത്. ഈ വചനഭാഗത്തില് മറിയത്തോട് ദൈവത്തിന്റെ ദൂതൻ പറയുന്ന ഒരു വചനമാണ് നമ്മളിപ്പോൾ വായിച്ചു കേൾക്കുന്നത്. മറിയമേ, നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നമുക്ക് ഈ വചനം ബാക്കിയെല്ലാം നമുക്കറിയാം. പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്നിട്ട് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകും എന്ന് ദൈവത്തിന് ദൂതൻ അരുളി ചെയ്യുമ്പോൾ മറിയം അസ്വസ്ഥയാകുന്നതൊക്കെ ഇതെങ്ങനെ സംഭവിക്കും എന്നൊക്കെ ചോദിക്കുന്ന ഭാഗമാണ്. അവിടെയാണ് ദൈവത്തിന് ദൂതൻ പറയുന്നത്, മറിയമേ, നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അറിയിപ്പാണ്. പ്രത്യേകിച്ച് ഇന്ന് മംഗളവാർത്ത തിരുനാൾ തിരുസഭ കൊണ്ടാടുകയാണ്. അപ്പോൾ ഈ മറിയത്തിന് ലഭിക്കുന്ന ഈ ഒരു മംഗളവാർത്ത അല്ലെങ്കിൽ അറിയിപ്പ് എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ മറിയം ചെറുതായിട്ടൊന്ന് പതറിപ്പോകുന്നതല്ല യഥാർത്ഥത്തിൽ. പക്ഷെ മറിയം ഒരു ചോദ്യം ചോദിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യം. അതിനെ ചെറിയൊരു പതറലായിട്ട് വേണമെങ്കിൽ നമുക്കെടുക്കാം. അങ്ങനെ പോകുന്ന ഒരു അവസ്ഥ, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിലും സംഭവിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്രതീക്ഷിതമായ നിമിഷങ്ങളിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങള്, ചില അപകടങ്ങള്, അതുപോലെ തന്നെ ജീവിതത്തിലെ ചില തകർച്ചകള്, ചില താഴ്ചകള്, ചില പരാജയങ്ങള്, ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു ചിന്തയും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നോമ്പ് നോക്കുന്നുണ്ടല്ലോ, ഒത്തിരിയേറെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു? അതുപോലെ തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില നിമിഷങ്ങളിൽ നമ്മൾ ഈ ഒരൊറ്റ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഉയരുന്നത് കൊണ്ട് തന്നെ നമ്മളൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകാറുണ്ട്. കാരണം ഇത്രമാത്രം ചേർന്ന് നിന്നിട്ടും അപ്രതീക്ഷിതമായ ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഒരു പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അകാലത്തിലുള്ള മരണമായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളായിരിക്കാം. ഇത് നമ്മളെ ഭയപ്പെടുത്തുകയും ദൈവസന്നിധിയിൽ നമ്മളെ മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക, ദൈവത്തിന്റെ ദൂതൻ മറിയത്തോട് അരുളി ചെയ്ത വചനം, നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും വിശുദ്ധിയോടെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോഴും, നീ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും, നോമ്പനുഷ്ഠിക്കുമ്പോഴും, ഉപവാസമനുഷ്ഠിക്കുമ്പോഴും, ബലിയർപ്പിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ വിശുദ്ധിയിലുള്ള നിന്റെ ജീവിതത്തിന്റെ നടുവിലേക്ക് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില വേദനകള്, ചില കഷ്ടപ്പാടുകള്, തകർച്ചകള്, സാമ്പത്തിക പ്രതിസന്ധികള്, രോഗങ്ങള്, ഇവയുടെ നടുവില് നീ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ദൈവത്തിന്റെ ദൂതൻ നമ്മളോട് അരുളിച്ചില്ല. ദൈവമായ കർത്താവ് തന്നെ നമ്മോട് അരുളി ചെയ്യുകയാണ്. കാരണം ഇതിനെ നീ ഏറ്റെടുക്കുമ്പോൾ, സമചിത്തതയോടുകൂടെ ഈ വേദന അനുഭവങ്ങളെ നീ ഏറ്റെടുക്കുമ്പോൾ, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തും. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയാൽ അവിടെ ദൈവമാണ് നിന്റെ ജീവിതത്തെ പാലിക്കുന്നത്, അവിടെ ദൈവമാണ് നിന്റെ ജീവിതത്തെ പിന്നീട് നയിക്കുന്നത്. അപ്പോൾ ഈ തകർച്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് മംഗളവാർത്ത തിരുനാൾ തിരുസഭ കൊണ്ടാടുമ്പോഴും ഒപ്പം ഈ നോമ്പിന്റെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കേണ്ട ഒരു ചിന്ത ഇതുതന്നെയായിരിക്കട്ടെ, ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്രതീക്ഷിതമായ തകർച്ചകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ഞാൻ തകരില്ല. കാരണം എൻ്റെ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഞാൻ എൻ്റെ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കും. ഈ ഒരു ചിന്ത കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തും, നിന്റെ ജീവിതത്തെ ദൈവം നയിക്കുകയും ചെയ്യും. ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരുടെ ജീവിതത്തിലേക്ക് വലിയ കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കണമേ.
ഈശോയെ, ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടാതെ ഈശോയെ അങ്ങയോട് ചേർന്ന് ജീവിച്ച് അങ്ങയുടെ സന്നിധിയിൽ കൃപ കണ്ടെത്തുവാനായിട്ടുള്ള അനുഗ്രഹം എനിക്കും ഈ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഹല്ലേലൂയ. ഇവരുടെ ജീവിതത്തിലെ വേദന നിമിഷങ്ങളിൽ അങ്ങ് ഇവരെ സഹായിക്കണമേ. അങ്ങയുടെ സന്നിധിയിലെ കൃപ കണ്ടെത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അതുവഴി ഇവരെ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.